എടാ രാജപ്പ, നമ്മൾ നേരത്തെ കൊന്ന ആ പെണ്ണില്ലേ, ആ പെണ്ണിൻ്റെ ഹൃദയം കിട്ടി. പെണ്ണോ? ഏത് പെണ്ണ്? നമ്മളിപ്പോൾ നേരത്തെ കൊന്നില്ലേ ഒരു പെണ്ണിനെ, ദേ കിടക്കണോള്, അവളുടെ ഹൃദയം കിട്ടി. ആ, ഈ പെണ്ണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഹൃദയം എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി വിൽക്കാം. നമുക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടും. ശരി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. വാട്ട്? നിങ്ങൾ രണ്ടുപേരും ആ കുട്ടിയുടെ ഹൃദയം എടുത്ത് വിൽക്കാൻ പോകണം? നമ്മുടെ ജബ്ബാറില്ലേ, പോലീസല്ലേ, ഞാൻ പോലീസിനെ പോയിട്ട് അറിയിച്ചു. എടാ ജബ്ബാറേ, എടാ രാജപ്പ, ആ പ്രഭാകരൻ ചെയ്ത പണിയുണ്ടോ? പോലീസിനെ അറിയിക്കാൻ പോയിക്കുന്നു. നമ്മൾ പെട്ട്. നമ്മൾ പേടിയൊന്നുമില്ല. നീ ഒരു കാരണവശാലും പേടിക്കണ്ട. ഞാൻ രാജപ്പൻ നിൻ്റെ കൂടെ ഉണ്ട്. ആണല്ലേ? എന്നാ ഓക്കെ. എന്തൊരു രാജപ്പ ദിവാകര, ആ കുട്ടിയുടെ ഹൃദയം എടുത്തിട്ട് കാണിക്കുന്നത്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എടാ ജബ്ബാറച്ച് പോടാ, നമ്മളെ രാജപ്പനെ രക്ഷിക്കാണ്ട്. രാജപ്പ ഇവിടെ? എടാ രാജപ്പ, എങ്ങോട്ടാ ഓടുന്നത്? എടാ ദിവാകര, നീ എവിടക്ക്? ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാം, എനിക്ക് അർജൻറ്റ് ഒരു കാര്യമുണ്ട്. ഞാൻ പെട്ട്. അവൻ രക്ഷപ്പെടും ചെയ്തു, ഞാൻ പെടും ചെയ്തു. ജബ്ബാറേ, നമ്മൾ ഉറ്റ സുഹൃത്തുക്കളല്ലേ, എന്നെ ജയിലിടരുത് പ്ലീസ്. എനിക്ക് രക്ഷപ്പെടാൻ ഒന്നുമില്ല. പോരാത്തതിന് ഞാൻ പുതിയൊരാളല്ലേ. നീ പുതിയ ആളായാലും ശരി, പഴയ ആളായാലും ശരി, നീ ഇനി എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ലടാ. ആ പാവം പെൺകുട്ടി എൻ്റെ ഭാര്യയാടാ, ചെറ്റേ. അയ്യോ രാജപ്പ ഓടിയില്ലടാ ജബ്ബാറ്, ഞാൻ അറിഞ്ഞില്ലടാ. അതെ, ഞാൻ പോരാ. അയ്യോ, നീ രക്ഷപ്പെട്ടോടാ. നീ ഓടുന്നോടാ പട്ടി. അങ്ങനെ വഴിക്ക് വാ, നീ അങ്ങനെ മരിച്ചവിടെ കിടക്ക്. എടാ പ്രഭാകര, നീ ഒരു ഒറ്റ ഒരുത്തം കാരണം എൻ്റെ ദിവാകരൻ മരിച്ചു പോയി. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്നാ പിടിച്ചോ. ഞാൻ ചെയ്തിട്ട്. എടാ രാജപ്പ, നീ എൻ്റെ കൂട്ടുകാരൻ പ്രഭാകരനെ കൊന്നൂലേ? அப்படி போடு.